വിളംബരം അറിയിച്ച നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നു. സാക്ഷ്യം വഹിക്കാനെത്തിയത് ജനസാഗരം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം നാളെ. പ്രതിപക്ഷമില്ലാത്ത കേന്ദ്രഭരണമാണ് സംഘപരിവാറിന്റെ ലക്ഷ്യമെന്ന് CPM നേതാവ് പ്രകാശ് കാരാട്ട്. ഗ്യാരണ്ടികളിൽ ഒന്നുപോലും പാലിക്കാത്തയാളാണ് പ്രധാനമന്ത്രിയെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. ഗുരുവായൂർ ചൂൽപ്പുറത്ത് 9 പേർക്ക് കുറുനരിയുടെ കടിയേറ്റു. പലരുടെയും നില ഗുരുതരം. പ്രദേശത്ത് കുറുനരിയുടെയും കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. അയർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയെടുത്ത കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി പോലീസിൽ കീഴടങ്ങി. മേത്തല ശൃംഗപുരം സ്വദേശി സൂരജാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ കീഴടങ്ങിയത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പൂരവിളംബരം അറിയിച്ച നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നു. സാക്ഷ്യം വഹിക്കാനെത്തിയത് ജനസാഗരം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം നാളെ. ആചാരപ്പെരുമ നിറച്ചായിരുന്നു കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത്. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്കും ആറാട്ടിനും ശേഷം ദേശക്കാരുടെയും നടപ്പാണ്ടിയുടെയും അകമ്പടിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്വന്തം കോമ്പൻ എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറിയായിരുന്നു ദേവിയുടെ പൂരനഗരിയിലേക്കുള്ള പ്രൗഢഗംഭീരമായ എഴുന്നള്ളത്ത്. മണികണ്ഠനാലിലും തുടർന്ന് വടക്കുന്നാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്തുമായി മേളക്കുലപതി കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പാണ്ഡിമേളം മേളപ്രേമികളെ ആവേശത്തിലാഴ്ത്തി. നെയ്തലക്കാവിലമ്മ നിലപാട് തറയിൽ നിലയുറപ്പിച്ചതോടെ പൂരത്തിന്റെ വിളംബരമറിയിച്ച് മാരാർ 3 തവണ ശംഖുനാഥം മുഴക്കി. തുടർന്ന് പടിഞ്ഞാറേ ഗോപുരനട വഴി വടക്കുന്നാഥനിൽ പ്രവേശിച്ച ദേവി കൊമ്പ്, കുഴൽപ്പറ്റ്, കേളി എന്നിവയുടെ അകമ്പടിയിൽ വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുരനടയിലെത്തി. ഇതോടെ പൂരപ്രേമികളും ആവേശത്തിലായി. ആർപ്പുവിളികളും ആരവങ്ങളാലും തിങ്ങി നിറഞ്ഞ 10,000-ങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട പൂരത്തിനായി തുറന്നു നൽകിയത്. മേളം കൊട്ടിക്കലാശിച്ച ശേഷം ഭഗവതി വീണ്ടും നിലപാട് തറയിലെത്തി ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങി. ഈ തുറന്ന നടയിലൂടെയാണ് പൂരദിവസം ആദ്യം ദേവഗുരുവായ കണിമംഗലം ശാസ്താവും പിന്നീട് മറ്റ് ദേവീദേവന്മാരും വടക്കുന്നാഥനെ വണങ്ങാൻ എത്തുന്നത്. തെക്കേ ഗോപുരനട തുറക്കൽ ചടങ്ങ് TCV തത്സമയം സംപ്രേഷണം ചെയ്തു. കാത്തിരുന്ന പൂരത്തിന് ആവേശം വിതറിക്കൊണ്ട് വടക്കുന്നാഥന്റെ ഈ തെക്കേ ഗോപുരനട ആനപ്പുറമേറിയ നെയ്തലക്കാവിലമ്മ തുറന്നതോടെ പൂരനഗരി അക്ഷരാർത്ഥത്തിൽ പൂരാവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയുള്ളതെല്ലാം കാണാനുള്ള പൂരമാണ്. കണ്ടു തന്നെ അറിയാം. അഭിജിത്ത് തലച്ചിറ, ടീം TCV. തൃശൂർ പൂരത്തിന് പിന്തുണയും ആശംസയുമായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും സംഘവും തിരുവമ്പാടി പാറമേക്കാവ് ചമയ പ്രദർശനങ്ങൾ സന്ദർശിച്ചു. തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനം നടക്കുന്ന കൗസ്തുഭം ഹാളിലെത്തിയ മാർ താഴത്തിനെയും സംഘത്തെയും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ T.A. സുന്ദർ മേനോൻ, സെക്രട്ടറി K. ഗിരീഷ് കുമാർ, എക്സിബിഷൻ കമ്മിറ്റി പ്രസിഡന്റ് A. രാമകൃഷ്ണൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പാറമേക്കാവ് ഓഫീസിലെത്തിയ മാർ താഴത്തിനെ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M. ബാലഗോപാൽ, സെക്രട്ടറി G. രാജേഷ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പൂരത്തിന് ആശംസകൾ നേർന്ന മാർ താഴത്തും സംഘവും പാറമേക്കാവ് വിഭാഗം അഗ്രശാലയിൽ ഒരുക്കിയ ചമയ പ്രദർശനം കണ്ടാണ് മടങ്ങിയത്. തൃശൂർ പൂരനഗരി പോലീസ് സുരക്ഷാ വലയത്തിലായി. ADGP MR അജിത് കുമാർ, DIG അജിത ബീഗം എന്നിവരുടെ നേതൃത്വത്തിൽ 60 DVSP ഉൾപ്പെടെ 3200ഓളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പൂരനഗരിയിൽ ഉൾപ്പെടെ 5 പ്രത്യേക പോലീസ് കൺട്രോൾ റൂമുകളും ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ നഗരത്തിൽ നിലവിലുള്ള 60ഓളം CCTV ക്യാമറകൾക്ക് പുറമെ 150ഓളം ക്യാമറകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കി. പൂരത്തോടനുബന്ധിച്ച് നാളെ രാവിലെ 6 മുതൽ പിറ്റേന്ന് പൂര ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ നഗരത്തിൽ വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു.
പൂരത്തിനെത്തുന്ന ജനലക്ഷണങ്ങൾക്ക് സൗജന്യ ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തൃശൂർ കോർപ്പറേഷൻ. കഴിഞ്ഞ വർഷം പൂരത്തിനെത്തിയ 14 ലക്ഷം ആളുകളേക്കാൾ കൂടുതൽ പേർ ഇത്തവണയും എത്തുമെന്ന പ്രതീക്ഷയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് മേയർ എം കെ വർഗീസ് TCVയോട് പറഞ്ഞു. നഗരത്തിൽ എല്ലായിടത്തും സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് പുറമെ 25,000 ലിറ്റർ മോര് വിവിധ ഇടങ്ങളിലായി വിതരണം ചെയ്യും. തൃശൂർ ആക്സുമായി സഹകരിച്ച് പൂരദിനത്തിൽ രാവിലെ 11 മുതൽ പിറ്റേന്ന് പുലർച്ചെ 5 വരെ പഴയ ജില്ലാ ആശുപത്രി പരിസരത്ത് സൗജന്യമായി ചപ്പാത്തിയും കറിയും വിതരണം ചെയ്യും. നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ സൗജന്യ ക്യാൻസർ പരിശോധന ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിശോധനാ കേന്ദ്രങ്ങളും ഒരുക്കുമെന്ന് മേയർ പറഞ്ഞു. കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ളവരും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളെല്ലാം എന്നും ഓർത്തു നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്സവമായി മാറിയാണ് തൃശ്ശൂർ പൂരം. ഇക്കുറി നമുക്കറിയാം വളരെ വലിയ ചൂടിൻ്റെ സമയത്താണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. എന്നിരുന്നാലും ജനങ്ങൾ അതിൽ കൂടുതൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് തൃശ്ശൂർ പട്ടണം എല്ലാത്തിനും ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏറ്റെടുത്തിരുന്നത് 20,000 ലിറ്റർ മോരാണെങ്കിൽ ഈ കുറി 25,000 ലിറ്ററാണ്. 11 മണി മുതൽ പിറ്റേ ദിവസം വരെ എല്ലാവർക്കും ഏത് സമയത്തും വന്നാൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ആക്സിൻ്റെ ഓഫീസിൻ്റെ മുൻവശത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷമില്ലാത്ത കേന്ദ്ര ഭരണമാണ് സംഘപരിവാറിന്റെ ലക്ഷ്യമെന്ന് CPM നേതാവ് പ്രകാശ് കാരാട്ട് അഭിപ്രായപ്പെട്ടു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ശ്രീനാരായണപുരത്ത് നടന്ന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷക്കാലത്തെ മോദി ഭരണം രാജ്യത്ത് ജനാധിപത്യമില്ലാതാക്കി. പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്നതിലൂടെ അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും വിലക്കുകയാണ് ലക്ഷ്യമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ മതേതര ജനാധിപത്യ സംസ്കാരം തകർക്കാനാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ 2ാം തരം പൌരന്മാരെയാണ് പരിഗണിക്കപ്പെടുന്നത്. ഹിന്ദുത്വത്തിന്റെ തീവ്രതയിൽ മാത്രമാണ് കോൺഗ്രസും BJPയും തമ്മിൽ വ്യത്യാസമുള്ളൂ. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ നരേന്ദ്രമോദി പ്രതിപക്ഷത്തിനെതിരെ മതവികാരം ഉയർത്താൻ ശ്രമിക്കുകയാണെന്നും വർഗീയ ധ്രുവീകരണ ശ്രമത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായും പ്രകാശ് കാരാട്ട് പറഞ്ഞു. LDF SN പുരം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CN സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, KK അഷ്റഫ്, UP ജോസഫ്, PK ചന്ദ്രശേഖരൻ, PM അഹമ്മദ്, TP രഘുനാഥ്, മുഹമ്മദ് ചാമക്കാല, KV രാജേഷ്, AP ജയൻ എന്നിവർ സംസാരിച്ചു. ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഗ്യാരണ്ടി എന്ന് ആവർത്തിക്കുകയല്ലാതെ നൽകിയ ഗ്യാരണ്ടികളിൽ ഒന്നുപോലും പാലിക്കാത്തയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF തൃശൂർ ലോക്സഭാ മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സംഘടിപ്പിച്ച ഡെമോക്രാറ്റിക് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയുടെ 10 വർഷത്തെ ഭരണ ദുരന്തത്തിന്റെ ഇരയാണ് ഇന്ത്യ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഒരു രാജ്യം ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാജ്യം ഒരു നേതാവ് എന്ന നിലയിലേക്ക് ചൂടുറപ്പിക്കാനുള്ള നീക്കത്തിന്റെ തുടക്കമാണ്. മോദിയുടെ തലതിരിഞ്ഞ നയങ്ങളെ വിമർശിക്കുന്നവരെ അർബനെക്സ് നക്സലൈറ്റുകളും മാവോയിസ്റ്റുകളുമായി മുദ്രകുത്തി തുറങ്കിലടയ്ക്കുകയാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന നിരന്തരം പറയുന്ന മോദി താൻ ആർക്കൊപ്പമാണ് എന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് തെളിയിച്ചുവെന്നും D. രാജ പറഞ്ഞു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു. LDF തൃശൂർ ലോക്സഭാ മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MK കണ്ണൻ, ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി P. ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. Why I am referring this? In Parliament, I was there. We opposed down the money power or the ഭരണഘടനയും ജനാധിപത്യവും തകർക്കാനാണ് BJP ലക്ഷ്യമിടുന്നതെന്നും ഇതിനെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് പറഞ്ഞു. ആലത്തൂർ ലോക്സഭ LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ വിജയത്തിനായി ദേശമംഗലത്ത് LDF സംഘടിപ്പിച്ച പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ, ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, CPI ഏരിയ സെക്രട്ടറി P. ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി മിണ്ടാത്തത്? അവർക്ക് പേടിയാണ്. അവർക്ക്
ചില വോട്ടുകൾ നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണ്. അതുകൊണ്ടാണ് അവർ നിശബ്ദരായിരിക്കുന്നത്. They will take the vote of the Muslim League. ബിജെപിയിൽ ചെന്ന് കയറുകയാണ്. തവള. ഓരോ സംസ്ഥാനത്തും ഇരുന്നത്. ഗുരുവായൂർ ചൂൽപ്പുറത്ത് 10 പേർക്ക് കുറുനരിയുടെ കടിയേറ്റു. ചൂൽപ്പുറം വാഗേൽ റോഡിൽ പണ്ടാരത്തിൽ സുമിത്, ഭാര്യ നിമിഷ, മുട്ടത്ത് വർഗീസ്, വെങ്കളത്ത് ജയരാജ്, പണ്ടാരത്തിൽ ചന്ദ്രൻ, ഭാര്യ ഷീബ, അമ്പലത്തെ വീട്ടിൽ പരീത, പട്ടണത്ത് രവി, തെക്കേത്തറയിൽ പാർവതി, ഇവരുടെ മകൻ ശശി, ശശിയുടെ മകൻ ശബരീഷ്, ഇരിങ്ങപ്പുറം കോറോട്ട്, നിതിൻ ദേവ് എന്നിവർക്കാണ് കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. മുറ്റം തൂത്തുവാരുകയായിരുന്ന നിമിഷയെ കുറുനരി ചാടി വീണ് ആക്രമിക്കുകയായിരുന്നു. വലത് കൈയിലും കാൽമുട്ടിന് താഴെയുമാണ് ഇവർക്ക് കടിയേറ്റത്. ഭർത്തുമാതാവ് ചിത്ര ചൂലുമായി നേരിട്ടതോടെയാണ് കുറുനരി ഓടിപ്പോയത്. വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് അയൽവാസികളായ ജയരാജനും വർഗീസിനും കടിയേറ്റത്. കിണറിനടുത്ത് നിൽക്കുകയായിരുന്ന പരീതിന്റെ ശരീരമാസകലം കടിയേറ്റു. വളർത്തുനായി ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് കണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രവിക്ക് കടിയേറ്റത്. മുഖത്തും കൈകാലുകളിലും കടിയേറ്റിട്ടുണ്ട്. മുറ്റം തൂത്തുവാരുകയായിരുന്ന പാർവതിയെ ആക്രമിക്കുന്നത് കണ്ടെത്തിയപ്പോഴാണ് ശശിക്ക് കടിയേറ്റത്. ഇരുവരെയും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ശബരീഷിനും കടിയേറ്റു. പത്രവിതരണത്തിന് ഇറങ്ങിയപ്പോഴാണ് നിതിൻ ദേവിന് ആക്രമണമേറ്റത്. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. മേഖലയിൽ കുറുനരിയുടെയും കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കുറുനരിയുടെ ആക്രമണത്തിനിരയായവർക്ക് നഗരസഭ അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആവശ്യപ്പെട്ടു. അയർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി പോലീസിൽ കീഴടങ്ങി. കൊടുങ്ങല്ലൂർ മേത്തല ശൃംഗപുരം മണലിക്കാട്ടിൽ സൂരജാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ കീഴടങ്ങിയത്. അയർലൻഡിൽ ഹെൽത്ത് നഴ്സ്, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസകൾ വാഗ്ദാനം ചെയ്താണ് ഇയാൾ പണം തട്ടിയത്. ഏകദേശം 6 കോടിയിലധികം രൂപ പലരിൽ നിന്നായി കൈപ്പറ്റിയതായി പ്രതി പോലീസിന് മൊഴി നൽകി. കേരളത്തിൽ പല ജില്ലകളിലായി വ്യാപകമായി ഇയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന. തൃശൂർ പൂരത്തിന്റെ പ്രൗഢി വിളിച്ചോതി നഗരത്തിൽ വാനോളം ഉയർന്നു നിൽക്കുന്ന തിരുവമ്പാടി പാറമേക്ക വിഭാഗങ്ങളുടെ പൂരപ്പന്തലുകൾ പൂരപ്രേമികൾക്ക് പൂരാവേശമായി. പൂരാവേശത്തിന് മാറ്റുകൂട്ടുന്ന പന്തലുകളാണ് മണികണ്ഠനാലിലും നടുവിലാലിലും നായ്ക്കനാലിലുമായി ഉയർന്നിരിക്കുന്നത്. LED ഡിജിറ്റൽ ബൾബുകളാൽ പന്തലുകൾ ദീപാലങ്കൃതമായതോടെ പൂരാവേശം ഉച്ചസ്ഥായിലായി. പാറമേക്ക വിഭാഗത്തിനായി മണികണ്ഠനാലിൽ ഇത്തവണ പന്തലൊരുക്കിയിരിക്കുന്നത് 17 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എടപ്പാൾ സ്വദേശി നാദം ബൈജുവാണ്. 22 തൊഴിലാളികൾ രാവും പകലും അധ്വാനിച്ചാണ് പന്തൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. 100 അടിക്ക് താഴെ ഉയരമുള്ള പന്തൽ റൗണ്ടും കട്ടിങ്ങും ചേർന്ന പുതിയ മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഫുൾ ഡിജിറ്റൽ വെളിച്ച സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ബൈജു പറഞ്ഞു. പാറമേക്കാവിന് വേണ്ടിയിട്ട് 3ാമത്തെ വർഷമാണ് ചെയ്യുന്നത്. 1 വർഷം തിരുവമ്പാടിക്ക് വേണ്ടി ചെയ്തു. 17 വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നത്. ഇപ്രാവശ്യം പന്തല് കട്ടിങ്ങും റൗണ്ടും രണ്ടും ചേർന്നിട്ടുള്ള ഒരു മോഡലാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. 96 അടി ഹൈറ്റ് വരും. ഇതുവരെ ഇവിടെ തൃശ്ശൂർ പൂരത്തിന് വരാത്ത വിധത്തിലൊരു മോഡലാണ് ചെയ്യുന്നത്. ഇത്തവണ തിരുവമ്പാടിക്ക് വേണ്ടി നടുവിലാലിലെ പന്തൽ ഒരുക്കിയിരിക്കുന്നത് ചെറുതുരുത്തി സ്വദേശി മാളിയേക്കൽ സെയ്തലവിയാണ്. കഴിഞ്ഞ 16 വർഷമായി ഇദ്ദേഹമാണ് തൃശൂർ പൂരത്തിന് തിരുവമ്പാടിക്ക് വേണ്ടി പന്തൽ ഒരുക്കി വരുന്നത്. 30ഓളം തൊഴിലാളികളാണ് ഈ കഠിന അധ്വാനത്തിന് പിന്നിൽ. 100 അടി ഉയരമുള്ള ബഹുനില പന്തലാണ് നടുവിലാലിൽ ഇത്തവണ ഉയർന്നിരിക്കുന്നത്. മകൻ ഹൈദരലിയാണ് പന്തലിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹൈ പ്രൊജക്ടിംഗ് ഇലുമിനേഷൻ മൾട്ടി ബൾബുകളാണ് ഇത്തവണത്തെ പ്രത്യേകത. തൃശൂർ പൂരത്തിന് പന്തൽ ഒരുക്കുക എന്നത് ഒരാവേശമാണെന്ന് സെയ്തലവിയും മകൻ ഹൈദരാലിയും പറയുന്നു. 16 വർഷത്തോളമായി തിരുവമ്പാടിക്ക് വേണ്ടി പന്തൽ ചെയ്യണം. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്. മോനിപ്പോൾ ഈ വർഷത്തെ പൂരം കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തേക്കുള്ള എന്ത് മോഡലാണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും ആൾ. ഇപ്പോൾ ഒരു മാതൃകയിലുള്ള പന്തലാണ്. പ്രൊജക്ഷൻ കൂടിയ ഒരു ടൈപ്പുള്ള ഒരു ഡിസൈനാണ്. അതിൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രൊജക്ഷനാണ്. ഇത്രയും പ്രൊജക്ഷൻ അങ്ങനെ ഒരു ടൈപ്പ് ഇതുവരെ വന്നിട്ടില്ല ഇവിടെ. അപ്പോൾ ആ രീതിയിലുള്ള ടൈപ്പാണ്. പിന്നെ ഹൈറ്റിലും വീതിയിലും ഒരു പ്രത്യേകതയുണ്ട്. നായ്ക്കനാലിലെ പന്തൽ ഒരുക്കിയിരിക്കുന്നത് ചേറൂർ സ്വദേശി പള്ളത്ത് മണികണ്ഠനാണ്. 18 വർഷമായി പന്തൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം 5 വർഷത്തോളം തിരുവമ്പാടിക്കും പാറമേക്കാവിനും വേണ്ടി പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. 90 അടി ഉയരത്തിൽ 4 നിലകളിലായുള്ള പന്തൽ നിർമ്മാണത്തിന് 18ഓളം പേരാണ് നമ്മളൊരു 18 വർഷമായിട്ട് തൃശ്ശൂർ പൂരം പാറമേക്കാവിൻ്റെ തിരുവമ്പാടിയിലും പന്തലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ 90 അടി ഹൈറ്റോട് കൂടിയിട്ടുള്ള പന്തലാണ് ചെയ്യുന്നത്. ലൈറ്റുകൾ എലിമിനേഷൻ ചെയ്യണത് സജീവ് ഫിക്സൽ ലൈറ്റും LED ബൾബുകളും കൂടിയിട്ടാണ് ചെയ്യണത്. 1 ലക്ഷം മേലെ ബൾബ് കയറിയിട്ടുണ്ട്. 1 ലക്ഷം ബൾബാണ് ഇപ്പോൾ അതിലുള്ളത്. അത് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ മറ്റേ ഇസ്മയിലിക്ക എന്ന് പറയും, ഒരു
ഇസ്മയിൽ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ ആളാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത്. പൂരപ്രേമികളുടെ മനസ്സിനെ ആനന്ദത്തിൽ ആറാടിക്കുന്നതാകും ദൃശ്യമിഴിവോടെ ദീപാലങ്കൃതമായി നഗരഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ പൂരപ്പന്തലുകൾ. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. പൂരനഗരിയിൽ കരിമരുന്നിന്റെ ആകാശപൂരം തീർക്കാൻ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഒരുങ്ങി. പ്രേക്ഷക ലക്ഷങ്ങളിൽ പ്രകമ്പനങ്ങളും വർണ്ണവെളിച്ച വിസ്മയങ്ങളും സൃഷ്ടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പൂരം ഒരു വിസ്മയാനുഭവവും വെടിക്കെട്ട് സിരകളിൽ പടരുന്ന പൂരലഹരിയുമാണ്. പൂരക്കാഴ്ചകൾക്കൊപ്പം പൂരപ്രേമികൾക്ക് ദൃശ്യശ്രാവ്യ വിരുന്നൊരുക്കാനുള്ള തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ വെടിക്കെട്ടൊരുക്കം അന്തിമഘട്ടത്തിലാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ട പൂരചരിത്രത്തിൽ ഇതാദ്യമായി പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾക്കായി ഒരാളാണ് വെടിക്കെട്ടൊരുക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ചുമതലക്കാരനായിരുന്ന മുണ്ടത്തിക്കോട് സ്വദേശി PM സതീശാണ് ഇത്തവണ ഇരുവിഭാഗങ്ങൾക്കുമായി വെടിക്കെട്ടൊരുക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്ന് PM സതീഷ് TCVയോട് പറഞ്ഞു. ഇതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കണം. രണ്ട് ടീമിൻ്റെയും ഒരാൾ ചെയ്യുന്നത് അപൂർവമായിട്ടൊരു നിമിഷമാണ്. എനിക്ക് 44 വയസ്സായി. 44 വയസ്സ് വരെ ഇതിൽ തന്നെയാണ്. പ്രധാനമായിട്ടും ഇപ്രാവശ്യം കാവശ്ശേരി ഉണ്ടായിരുന്നു. ഇവിടെയാണ് പ്രധാനം. ഞങ്ങളതിന് വലിയ പണികൾക്ക് പോകാറ്. ഇവിടെ മാത്രമാണ് നമ്മൾ വലിയ പണികൾക്ക് വരാറുള്ളൂ. അത് ഭംഗിയായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓലമാലപ്പടക്കവും ഗുണ്ടും അമിട്ടും കുഴിമിന്നലുമൊക്കെയായി കാണികളെ ആവേശത്തിൽ ആറാടിക്കുന്ന വെടിക്കെട്ടിന് സുരക്ഷയാകാൻ വിപുലമായ സംവിധാനങ്ങൾ സജ്ജമായി കഴിഞ്ഞു. മാനത്ത് വർണ്ണം ചൊരിയുന്ന സൂര്യകാന്തി, ഫ്ലാഷ്, സിൽവർ ഫിഷ്, LED തുടങ്ങിയ മുൻവർഷങ്ങളിലെ അമിട്ടുകൾക്ക് പുറമെ ഹൃദയത്തിന്റെ ആകൃതിയിൽ മാനത്ത് വിരിയുന്ന പ്രേമലു, മാനത്ത് പൊട്ടിവിരിഞ്ഞ് താഴേക്ക് ഊർന്നിറങ്ങുന്ന ഗുണക്കേവ്, ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ തുടങ്ങിയ സ്പെഷ്യൽ അമിട്ടുകളും ചില രഹസ്യ ഇനങ്ങളും ഇത്തവണത്തെ വെടിക്കെട്ടിന്റെ സവിശേഷതകളാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. മാള പഞ്ചായത്ത് ഭരണസമിതി നിശ്ചയിച്ച കെട്ടിട വാടക സ്വീകരിക്കാതെ 6 ലക്ഷത്തോളം കുടിശ്ശികയാക്കി നോട്ടീസ് അയച്ചതിൽ പ്രതിഷേധിച്ച് മാള പ്രസ് ക്ലബ്ബ് വിശദീകരണ പൊതുയോഗം നടത്തി. 2019 പഞ്ചായത്ത് പൊതുവേദിയിൽ വെച്ച് മാധ്യമ കൂട്ടായ്മയ്ക്ക് വേണ്ടി കെട്ടിടം അനുവദിച്ച് താക്കോൽ കൈമാറിയെങ്കിലും വാടക കരാർ ഒപ്പുവച്ചിരുന്നില്ല. നിശ്ചയിച്ച വാടക ഈടാക്കുന്നതിന് പഞ്ചായത്തിന് നിയമാവലി ഇല്ലാതിരുന്നതാണ് തടസ്സമായിരുന്നത്. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നിശ്ചയിച്ചതനുസരിച്ചുള്ള വാടക അടയ്ക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പഞ്ചായത്തിന്റെ വീഴ്ച കാരണമുണ്ടായ പ്രതിസന്ധിക്കെതിരെ മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം KJU സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ ഉദ്ഘാടനം ചെയ്തു. മാള പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷനായി. PK അബ്ബാസ്, CR പുരുഷോത്തമൻ, ലിൻഡീഷ് ആൻഡോ, ശ്രീധരൻ കടലായിൽ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയിൽ ഏകാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിക്കുന്നതാകും ഈ തെരഞ്ഞെടുപ്പെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പറഞ്ഞു. പാവറട്ടി മേഖലയിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് നൽകിയ സ്വീകരണത്തിൽ നന്ദി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. V വേണുഗോപാൽ, CJ സ്റ്റാൻലി, OJ ഷാജൻ, ആന്റോ ലിജോ, വിമല സേതുമാധവൻ, മീര ജോസ്, VM മുഹമ്മദ് ഗസാലി തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. LDWFന്റെ നേതൃത്വത്തിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് തൃപ്രയാറിൽ വനിതാ സംഗമോ റാലി നടത്തി. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി LDF ഓഫീസിൽ സമാപിച്ചു. തുടർന്ന് നടന്ന വനിതാ സംഗമം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. M സ്വർണലത അധ്യക്ഷത വഹിച്ചു. KR സീത, ജ്യോതി രാമൻ, ഷീല വിജയകുമാർ, ഷീന പറയങ്ങാട്ടിൽ, സജിന പർവിൻ, രജനി ബാബു എന്നിവർ സംസാരിച്ചു. UDF ചേലക്കര നിയോജക മണ്ഡലം വനിതാ കൺവെൻഷൻ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് A സൗഭാഗ്യവതി അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുർമാത്ത, വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐഷ ഉമ്മർ, M മഞ്ജുള, കോൺഗ്രസ് നേതാക്കളായ PM അനീഷ്, PI ഷാനവാസ്, E വേണുഗോപാല മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആര്യമ്പൂരിൽ LDF റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൃഷിമന്ത്രി P പ്രസാദ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. KR ബാബുരാജൻ അധ്യക്ഷനായി. LDF നേതാക്കളായ TV ഹരിദാസൻ, VR മനോജ്, PK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. കാക്കശ്ശേരിയിൽ നിന്നും ആരംഭിച്ച റാലി പുത്തൂരിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൾ ഉദ്ഘാടനം ചെയ്തു. LDF മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം KV വിനോദൻ, RJD ജില്ലാ സെക്രട്ടറി PL ഡൊമിനി, LDF മേഖലാ സെക്രട്ടറി ഷാജി കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടിയുടെ ചരിത്രത്തിലിടം നേടിയ തിരുഹൃദയ ഫെറോന ദേവാലയം ഓർമ്മയാകുന്നു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് 48 വർഷം മുൻപ് സ്ഥാപിച്ച ദേവാലയം പൊളിച്ചു നീക്കുന്നത്. എരുമപ്പെട്ടി എന്ന ഗ്രാമത്തെ അടയാളപ്പെടുത്തുന്ന പ്രധാന സ്തംഭങ്ങളിലൊന്നാണ് തിരുഹൃദയ ഫെറോന ദേവാലയം. കാലം മാറ്റങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ദേവാലയവും വിസ്മൃതിയിലാവുകയാണ്. എരുമപ്പെട്ടി ഗ്രാമത്തിന്റെ ചരിത്രം പറയുമ്പോൾ തിരുഹൃദയ ഫെറോന ദേവാലയത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. 1976 സ്ഥാപിച്ച ഈ ദേവാലയം എരുമപ്പെട്ടിയുടെ സാമൂഹിക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 1893 എരുമപ്പെട്ടി ഇടവക രൂപീകൃതമായത്. അതിനു മുൻപ് കിലോമീറ്ററുകളോളം ദൂരമുള്ള വേലൂർ അർണൂസ് പാതിരി പള്ളിയെയാണ് ആരാധനയ്ക്കായി ആശ്രയിച്ചിരുന്നത്. 1896 പൂർവികരായ വിശ്വാസികൾ മരവും തെങ്ങോലയും വൈക്കോലും ഉപയോഗിച്ച് ശ്രമദാനത്തിലൂടെ എരുമപ്പെട്ടി ഇടവകയ്ക്ക് സ്വന്തമായി പള്ളി പണിത് ആരാധന ആരംഭിച്ചു. 1893 ഈ ഇടവക പള്ളി സാങ്ഷനായത്. അത് അന്ന് തൊട്ട് നമ്മുടെ കാരണന്മാർ ഇന്ന് കാണുന്ന ഈ പള്ളിപ്പറമ്പും എല്ലാം സംഭാവന ചെയ്തിട്ട് അന്ന് തൊട്ട് പള്ളി തുടങ്ങി. 1896 പഴയ പള്ളി വെഞ്ചരിച്ചു. അതിനുശേഷം പിന്നെ പള്ളി ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് കഴുക്കോലുകളൊക്കെ ഒന്ന് മാറി എന്നല്ലാതെ വേറെ യാതൊന്നും ചെയ്തിട്ടില്ല. ആ പഴയ രൂപത്തിലുള്ള പള്ളി തന്നെയായിരുന്നു. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും 1976 1000 പേർക്ക് ആരാധനയ്ക്കുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പള്ളി നിർമ്മിച്ചു. ഒരു ആരാധനാലയം എന്നതിനോടൊപ്പം എരുമപ്പെട്ടിയുടെ സാമൂഹിക വളർച്ചയിൽ ഈ ദേവാലയം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടിയിലെ വ്യാപാര സംസ്കാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പള്ളി കോമ്പൗണ്ടിൽ മഹാവാണിഭ ചന്ത ആരംഭിച്ചു. ദൂരസ്ഥലങ്ങളിലുള്ളവർ പോലും കച്ചവടത്തിനായി ഇവിടെ എത്തിയിരുന്നു. യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന പല സംരംഭങ്ങൾക്കും പള്ളി നേതൃത്വം നൽകി. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം ആരംഭിച്ചു. എരുമപ്പെട്ടിയുടെ പരിസര ഗ്രാമത്തിലെ മാറാരോഗം ചികിത്സിക്കുന്നതിനായി വിദേശ പങ്കാളിത്തത്തോടെ മരുന്നുകൾ സംഘടിപ്പിച്ച് ഹെൽപ്സ് എന്ന സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അന്തരിച്ച ഡോക്ടർ ജോസ് വർഗീസിന്റെ നേതൃത്വത്തിലാണ് ചികിത്സ നടത്തിയിരുന്നത്. കോൺവെന്റിലെ സിസ്റ്റർമാർ സെർച്ച് എഡ്യൂക്കേഷൻ ട്രീറ്റ്മെന്റ് പദ്ധതി പ്രകാരം ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. ഇതോടൊപ്പം പല ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും പള്ളി നേതൃത്വം നൽകി. 1992 ഇടവക പള്ളി ഫെറോന ദേവാലയമായി ഉയർത്തി. വിശ്വാസികളുടെ എണ്ണത്തിലെ വർധനവും നിലവിലെ പള്ളിയുടെ അസൗകര്യവും പഴക്കവുമാണ് ആധുനിക രീതിയിൽ സൗകര്യങ്ങളോടുകൂടിയ പുതിയ പള്ളി നിർമ്മിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇടവകക്കാർ എത്തിച്ചേർന്നത്. എരുമപ്പെട്ടി പ്രദേശത്തിൻ്റെ വളർച്ചയിലൊക്കെ അത് നെടുന്തൂണായി നിൽക്കുന്ന ഒരു ദേവാലയം എന്ന രീതിയിൽ ഇതിൻ്റെ പുനർനിർമ്മാണം ഇവിടെ ആവശ്യം വന്നു. ഇവിടെ ഇടവക എണ്ണം കൂടുകയും ചെയ്തതിൻ്റെ സ്ഥലസൗകര്യത്തിൻ്റെ കുറവുകളൊക്കെ നിർവഹിക്കാൻ ഒരു പുതിയ ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു. അതിന് പഞ്ചായത്തിൽ നിന്ന് അനുവാദം ലഭിച്ചു. അതിനുശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളായപ്പോൾ നിർമ്മാണ ജോലികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിലെ പള്ളി പൊളിച്ചു മാറ്റുന്നതിനോടൊപ്പം വികാരി ഫാദർ ജോഷി ആളൂരിന്റെ നേതൃത്വത്തിൽ ഇടവകക്കാരുടെ സഹകരണത്തോടെ പുതിയ പള്ളിയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എരുമപ്പെട്ടിയുടെ സാമൂഹിക മേഖലയ്ക്ക് തിരുഹൃദയ ഫെറോന ദേവാലയം നൽകിയിട്ടുള്ള സംഭാവനകൾ എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. പുതിയ ദേവാലയത്തിനും എരുമപ്പെട്ടിയുടെ ചരിത്രത്താളുകളിൽ ഇടം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദൃശ്യങ്ങൾ പകർത്തിയ ആൽഫ ബിജു, ഇബ്രാഹിം പഴൂർ എന്നിവർക്കൊപ്പം AM മുർഷിദ്, എരുമപ്പെട്ടി. വടക്കാഞ്ചേരി കുമരനെല്ലു ഭഗവത്ഗീത സംവാദ സഭയുടെ ആഭിമുഖ്യത്തിൽ ശ്രീരാമ ജയന്തി ആഘോഷിച്ചു. കുമരനെല്ലു കറുവണ്ണ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ പാരായണം, വചന എന്നിവ നടന്നു. റിട്ടയർഡ് പ്രൊഫസർ AK ശാന്തയുടെ ശിക്ഷണത്തിൽ കഴിഞ്ഞ 5 വർഷമായി പ്രവർത്തിക്കുന്ന ഭഗവത്ഗീത സംവാദ സഭയിലെ അംഗങ്ങൾ പാരായണത്തിൽ പങ്കെടുത്തു. തുളസി, കൃഷ്ണകുമാർ, P രാജൻ, V ശ്രീധരൻ എന്നിവർ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ടീൻ മീറ്റ് സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ താര അതിയേടത്ത് ഉദ്ഘാടനം ചെയ്തു. ഇടം ജോയിന്റ് സെക്രട്ടറി സുധീഷ് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP ജയൻ, KM സൗമ്യ, KA ഫരീദ് അലി, KR രാധിക എന്നിവർ സംസാരിച്ചു.
പുലാനിയിലെ പാരമ്പര്യ കർഷകൻ പെരിങ്ങാത്ര മോഹനൻ പഴയ കാലത്തെ ജീവിതത്തിന്റെ ഭാഗ്യപത്രമായി ചുരയ്ക്ക കുംഭം തയ്യാറാക്കാൻ ഒരുങ്ങുന്നു. വിത്തുകൾ സൂക്ഷിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപും ഇങ്ങനെ പാത്രം തയ്യാറാക്കാറുണ്ട്. 6 മാസം മൂപ്പുണ്ട് പാൽ ചുരയ്ക്കയ്ക്ക്. ചെത്തുതൊഴിലാളിയായിരുന്ന കാലത്ത് കള്ള് ശേഖരിക്കുന്നതിന് ഇവ ഉപയോഗിച്ചിരുന്നു. അക്കാലത്ത് ചെത്തുകാർ സ്ഥിരമായി ചുരയ്ക്കക്കുമ്പത്തിലാണ് തെങ്ങിൽ നിന്ന് കള്ള് ചെത്തിയിറക്കിയിരുന്നത്. വിളകളുടെ വിത്തുകൾ ചുരയ്ക്കക്കുമ്പത്തിൽ സൂക്ഷിച്ചാൽ കീടശല്യം തീരെയുണ്ടാകില്ലെന്ന് അരനൂറ്റാണ്ടായി കൃഷിയുമായി മല്ലിടുന്ന മോഹനേട്ടൻ പറയുന്നു. കൃഷിക്ക് ഉപയോഗിക്കാൻ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ടെങ്കിലും വല്ലപ്പോഴൊക്കെ മൂത്ത് വേറൊന്ന് എടുക്കും. അത് നമ്മളത് അങ്ങനെ മൂപ്പിക്കാനിടും. അപ്പോൾ ഒരു 6 മാസം വേണം ഇത് ഇത്ര മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇത് കഴിഞ്ഞാൽ നമ്മൾ കള്ള് മുപ്പതിന് ചെത്തുള്ളപ്പോൾ ഞാൻ കുമ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഈ പയർ അങ്ങനെ വിത്തെല്ലുകളൊക്കെ ഇടാനായിട്ട് ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കാറുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു ഗുണം കൂടി ഉണ്ട് ഇതിന്. ചുരയ്ക്ക 2 ഇനമുണ്ട്, പാൽ ചുരയ്ക്കയും കയ്പച്ചുരയ്ക്കയും. കയ്പച്ചുരയ്ക്ക ഭക്ഷിച്ചാൽ ചിലർക്ക് ഛർദി അനുഭവപ്പെടാറുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ മണ്ണിലിറക്കാൻ ആരും തയ്യാറുമല്ല. 6 മാസക്കാലമാണ് ചുരയ്ക്ക വള്ളിച്ചെടിയുടെ ആയുസ്. ഇളം പ്രായത്തിൽ തന്നെ വിളവെടുക്കും. കാലം തെറ്റിയാൽ ഇതിൻ്റെ ഉപയോഗം കുംഭനിർമ്മാണത്തിന് മാത്രം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചുരയ്ക്ക കൃഷി ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. ബി.ജെ.പി. ഐസിയുവിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രാണപ്രതിഷ്ഠ നടത്താനുള്ള കടമ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. LDF കാട്ടകാമ്പാൽ പഴഞ്ഞി ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി ചിറക്കലിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയിലെ നുണ നിർമ്മാണ ഫാക്ടറിയുടെ ചെയർമാനായി പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. ഇലക്ടർ ബോണ്ടിലൂടെ 8,500 കോടി രൂപ സമാഹരിച്ച BJP-യാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി പാർട്ടിയെന്നും ഇവർ ആരോപിച്ചു. CPI പഞ്ചായത്ത് സെക്രട്ടറി പി രവീന്ദ്രൻ അധ്യക്ഷനായി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, LDF മണ്ഡലം സെക്രട്ടറി MN സത്യൻ, കൺവീനർ KT ഷാജൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ എന്നിവർ സംസാരിച്ചു. മതനിരപേക്ഷ ഇന്ത്യയെ തകർക്കാൻ കഴിഞ്ഞ 10 വർഷമായി RSSന്റെ നേതൃത്വത്തിലുള്ള BJP റോഡരികിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി കുഴിച്ച കാന മൂടാത്തത് യാത്രക്കാർക്ക് ദുരിതമായി. വെളിക്കുളങ്ങര മോനോഡിയിൽ നിന്ന് കമലക്കട്ടി ഭാഗത്തേക്കുള്ള കനാൽ ബണ്ട് റോഡിലാണ് പൈപ്പ് ലൈനായി കുഴിച്ച കാനയിലെ മണ്ണ് മഴവെള്ളവുമായി കൂടിക്കലർന്ന യാത്രക്കാർക്ക് ദുരിതമായി മാറിയത്. റോഡിൽ മണ്ണ് കിടക്കുന്നത് മൂലം മഴവെള്ളം ഒഴുകി പോകുന്നതിനും തടസ്സമായി. ദേവിയുടെ അപദാനങ്ങളുമായി കുത്തിയോട്ടപ്പാട്ട് പാടി ചെട്ടിക്കുളങ്ങര ദേശക്കാർ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. 13 കരകളുടെ സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ, കരനാഥന്മാർ, ദേവസ്വം ഭാരവാഹികൾ, ക്ഷേത്ര പൂജാരിമാർ, ക്ഷേത്ര കാരായ്മ അവകാശികൾ എന്നിവർ ചേർന്ന് കിഴിപ്പണവും പട്ടുടയാടയും കൊടുങ്ങല്ലൂരമ്മയ്ക്ക് സമർപ്പിച്ചു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റെ പ്രതിനിധി രാജപ്രതിനിധി സുരേന്ദ്ര വർമ്മരാജയ്ക്ക് ചെട്ടിക്കുളങ്ങര ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് PK രുചികുമാർ കാഴ്ചക്കൊലയും ദക്ഷിണയും സെക്രട്ടറി M മനോജ് കുമാർ വസ്ത്രവും നൽകി. കരക്കാർ അമ്മയുടെ അവതാരങ്ങൾ വാഴ്ത്തിയുള്ള കുത്തിയോട്ട പാട്ടുകൾ പാടി. കൊടുങ്ങല്ലൂരമ്മ ചെട്ടിക്കുളങ്ങര അമ്മയുടെ മാതാവായാണ് സങ്കല്പിക്കുന്നത്. ചടങ്ങുകൾക്ക് ജോയിന്റ് സെക്രട്ടറി G സതീഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, തിരുവിതാംകൂർ ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. LDF കയ്പമംഗലം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. കളമൂരിൽ നിന്ന് ആരംഭിച്ച റാലി ചളിങ്ങാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. KV പ്രദീപ് കുമാർ അധ്യക്ഷനായി. IS കാസിം, PL പോൾസൺ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം കോൺഗ്രസ് മുടക്കിയെന്ന ആരോപണം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി അപേക്ഷ നൽകിയ ഏകദേശം 487 പേർക്ക് കട്ടിൽ വിതരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് മുൻപ് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് എഗ്രിമെന്റ് വെച്ച് ഉദ്ഘാടനം നടത്തി വിതരണം ആരംഭിച്ചിരുന്നു. ഈ പദ്ധതിയാണ് കോൺഗ്രസ് പരാതി നൽകി വിതരണം തടസ്സപ്പെടുത്തിയിരിക്കുകയാണെന്ന് LDF പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചിരിക്കുന്നത്. സാധാരണക്കാർക്ക് ലഭ്യമാക്കേണ്ട പല പദ്ധതികളും കോൺഗ്രസ് പരാതി നൽകി മുടക്കിയെന്നും വികസന മുടക്കികളായി
ശക്തികളായ കോൺഗ്രസിനെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും LDF ആവശ്യപ്പെട്ടു. യോഗത്തിൽ ചെയർമാൻ KV ശങ്കരനാരായണൻ അധ്യക്ഷനായി. കൺവീനർ MS സിദ്ധൻ, S ബസന്തലാൽ, KM അഷ്റഫ്, M നദീഷ്, PT ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ക്രമസമാധാന നടപടികളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. പ്രശ്നബാധിത ബൂത്തുകളായ കടങ്ങോട്, പാറപ്പുറം, ഇയാൽ, ചിറ്റിലങ്ങാട്, വേലൂർ എന്നിവിടങ്ങളിൽ എരുമപ്പെട്ടി SI C ശ്രീകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ K സഗുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് റൂട്ട് മാർച്ച് നടത്തിയത്. ചെലക്കരയിൽ പാലത്തിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുറുമല പാറക്കൽ വീട്ടിൽ വാസുവിന്റെ മകൻ 30 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. കുറുമല പുളിക്കൽ പാലത്തിന്റെ കൈവരി തൂണിലാണ് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരവിളംബരം അറിയിച്ച് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നു. സാക്ഷ്യം വഹിക്കാനെത്തിയത് ജനസാഗരം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം നാളെ. പ്രതിപക്ഷമില്ലാത്ത കേന്ദ്രഭരണമാണ് സംഘപരിവാറിന്റെ ലക്ഷ്യമെന്ന CPM നേതാവ് പ്രകാശ് കാരാട്ട്. ഗ്യാരണ്ടികളിൽ ഒന്നുപോലും പാലിക്കാത്തയാളാണ് പ്രധാനമന്ത്രിയെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ. ഗുരുവായൂർ ചൂൽപ്പുറത്ത് 9 പേർക്ക് കുറുനരിയുടെ കടിയേറ്റു. പലരുടെയും നില ഗുരുതരം. പ്രദേശത്ത് കുറുനരിയുടെയും കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ. അയർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയെടുത്ത കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി പോലീസിൽ കീഴടങ്ങി. മേത്തല ശൃംഗപുരം സ്വദേശി സൂരജാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ കീഴടങ്ങിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.